അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനില്ലാത്ത, നിഫാഖ് മാത്രമുള്ള, കുഫറുള്ള ആളുകളെ ഉപമിച്ചത് സുമ്മുൻ ബുക്മുൻ ഉമ്യുൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അവർ ഒന്നും കേൾക്കാത്തവരാണ്, അവരൊന്നും പറയാത്തവരാണ്, അവർ കാണാത്തവരാണ്, കേൾക്കാത്ത ഡഫാണ്. അതുപോലെ അവർ മ്യൂട്ടാണ്, ഒന്നും പറയാൻ കഴിയാത്ത ആളുകളാണ്. അതുപോലെ അവരൊന്നും കാണാത്ത ബ്ലൈൻഡാണ്. അള്ളാഹു അവരെ അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അവരുടെ ഹൃദയത്തിനാണ് അള്ളാഹു മൂടിവെച്ചത്. ഖതമല്ലാഹു അലാ ഖുലൂബിഹിം. പിന്നെ അള്ളാഹു പറഞ്ഞത് അവരുടെ കേൾവിക്കാണ്. അള്ളാഹു അവരെ ക്ഷണിച്ചുകൊണ്ടേയിരിക്കുന്നത് എന്തിലേക്കാണ്? പുതിയ പ്രവാചകനിലേക്കാണ്. അവരുടെ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് അള്ളാഹു പറയുന്നതും എന്താണ്? പ്രവാചകന്മാരെ അവർ ശരിക്ക് ശ്രദ്ധിക്കുന്നില്ല, കേൾക്കുന്നില്ല എന്നുള്ളതാണ്. പ്രവാചകന്മാർ പറയുന്നതൊന്നും കേൾക്കുന്നില്ല, പ്രവാചകന്മാർ പറയുന്നതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. മാത്രവുമല്ല, അവരുടെ റെസ്പോൺസ് എന്താണ്? വളരെ മോശമായ റെസ്പോൺസാണ്. അവരൊന്നും പറയാത്തവരാണ് എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവരുടെ മോശമായ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ മ്യൂട്ടായതിന് തുല്യമാണ്. അവർ ഊമകളാണ്. അവരിൽ നിന്ന് ഉണ്ടാകേണ്ട റെസ്പോൺസ് അല്ല ഉണ്ടാകുന്നത്. അള്ളാഹു പറയുന്നത് പ്രവാചകന്മാരിലൂടെയാണ് അള്ളാഹുവിലേക്ക് എത്താൻ കഴിയുക. അള്ളാഹുവിലേക്ക് എത്താൻ അള്ളാഹു നിശ്ചയിച്ച ഏറ്റവും ഒന്നാമത്തെ മാർഗം, വസീല, അത് പ്രവാചകന്മാരാണ്. പ്രവാചകന്മാർ മുഖേനയെ നമുക്ക് അള്ളാഹുവിനെ അറിയാനും അള്ളാഹുവിലേക്ക് ഉയരാനും കഴിയൂ. അതിനാണ് അള്ളാഹു പ്രവാചകന്മാരെ നിയോഗിച്ചത്. അതുകൊണ്ടാണ് ആദമിൻ്റെ ഖിസ്സ പറഞ്ഞത്. ആദമിലൂടെയാണ്, മനുഷ്യപരമ്പരയിൽ ആദമിൽ നിന്ന് തുടങ്ങി അള്ളാഹു പറഞ്ഞു, അവൻ്റെ ഹിദായത്ത് എപ്പോഴൊക്കെ നിങ്ങൾക്ക് വന്നു കിട്ടുമ്പോഴും നിങ്ങൾ അതിനെ പിൻപറ്റുമ്പോൾ അവർ ഭയപ്പെടേണ്ടതില്ല, അവരുടെ കാര്യത്തിൽ ഭയമില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. പ്രവാചകന്മാരെ ധിക്കരിച്ച ഒരു ഖൗമായിട്ടാണ് അള്ളാഹു ബനു ഇസ്രായേലിനെ കാണിച്ചു തരുന്നത്. പ്രവാചകന്മാരെ റെസ്പെക്റ്റ് ഇല്ലാത്ത ആളുകളായിട്ട്, അവരെ തള്ളി എന്ന് മാത്രമല്ല അവരെ കൊല്ലുകയും ചെയ്ത ആളുകളായിട്ടാണ് പറയുന്നത്. അപ്പോൾ അവരുടെ ഒന്നാമത്തെ പ്രശ്നം നബിമാരിലുള്ള ഈമാനിൻ്റെ കുറവാണ്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, മുഹമ്മദിൽ ഈമാൻ ഇല്ലാത്തതൊക്കെ പോട്ടെ, അതൊന്നുമല്ല അവരുടെ വിഷയം, അവർക്ക് എപ്പോഴാണ് ഈമാൻ ഉണ്ടായിരുന്നത്? അതുകൊണ്ടാണ് ചോദിക്കൂ, നിങ്ങൾ എന്തിനാണ് അമ്പിയാക്കളെ കൊന്നത് എന്ന് പറഞ്ഞത്. നിങ്ങൾ ഈമാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്തിനാണ് കൊന്നത്? അപ്പോൾ നിങ്ങളുടെ ഒന്നാമത്തെ പ്രശ്നം അതാണ്. അവരുടെ ഹൃദയത്തിന് മൂടി വീണു പോയിരിക്കുകയാണ്. മറ്റ് രണ്ട് ഈമാനിൻ്റെ കുറവ് കൂടിയുണ്ട് അവർക്ക്. അള്ളാഹുവിലുള്ള ഈമാൻ, ആഖിറത്തിലുള്ള ഈമാൻ. ഇത് രണ്ടും അവർ ക്ലെയിം ചെയ്യുന്നു. ഞങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണ്, ആഖിറിൽ, യൗമുൽ ആഖിറിൽ വിശ്വസിക്കുന്നവരാണ് എന്നൊക്കെ അവർ ക്ലെയിം ചെയ്യുന്നുണ്ട്. യഥാർത്ഥത്തിൽ ആ ഈമാനും അവർക്കില്ല. നമുക്ക് ഏറ്റവും പ്രകടമാകുന്നത് പ്രവാചകന്മാരിൽ ഈമാൻ തീരെ ഇല്ല എന്നുള്ള കാര്യമാണ്. അവരിൽ പ്രകടമാകുന്ന ഒരുപാട് സിംറ്റംസിനെ കുറിച്ച് അള്ളാഹു പറയുന്നു. അവർ കിതാബ് തഹരീഫ് ചെയ്യുന്നവരാണ്, അവർ സ്വന്തക്കാർക്കെതിരെ നീങ്ങുന്നവരാണ്, അവരോട് ചെയ്ത കരാറൊക്കെ തെറ്റിച്ചവരാണ് എന്ന് തുടങ്ങി ഒരുപാട് സംഗതികൾ. അവർ പറയുന്നു ഞങ്ങളുടെ കൽബ് ഗുൽഫാണ്, അത് ഫുള്ളാണ് എന്ന് അഹങ്കരിക്കുന്നു. അവർ പറയുന്നു ഞങ്ങളെ തീ സ്പർശിക്കുകയില്ല എന്ന്. ഇതൊക്കെ അവരിൽ പ്രകടമാകുന്ന രോഗലക്ഷണങ്ങളാണ്. യഥാർത്ഥ രോഗമെന്താണ്? അതൊന്ന് പ്രവാചകന്മാരെ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ്. ബനു ഇസ്രായേൽ ഖൗമിനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുക, നമുക്കുള്ള ഒരു ചെക്ക് ലിസ്റ്റാണ് അവർ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുകയും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ മുൻകഴിഞ്ഞ ഖൗമിനെ, മുൻകാലത്ത് കടന്നുപോയ ഖൗമിനെ നിങ്ങൾ ചാണിന് ചാണായിട്ട് പിൻപറ്റും എന്ന് റസൂലുള്ളാഹി വാണിംഗ് നൽകിയിട്ടുണ്ട്. നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ അവരെ ചരിത്രം പഠിക്കുമ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ നോക്കും പോലെ നമുക്ക് തോന്നും, നമ്മളെ തന്നെ അവരിൽ കാണുന്നത്. നമുക്ക് പലപ്പോഴും അത്തരം അനുഭവങ്ങളുണ്ടാകും. എന്താണോ അവർ ചെയ്തത് അതൊക്കെ ഏറെക്കുറെ നമ്മളും ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. മഅദല്ലാഹ്. എന്താണ് പ്രവാചകന്മാരെ തള്ളിയതിന് സമാനമായിട്ട് നമ്മൾ ചെയ്യുന്നത്? കാരണം അത് മനസ്സിലാകണമെങ്കിൽ പ്രവാചകൻ പറഞ്ഞ ഒരു സംഗതി നമ്മൾ ഓർക്കണം. അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞതായിട്ട് സ്വഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ട ഒരു ഹദീസ് ഇങ്ങനെയാണ്: കാനത്ത് ബനു ഇസ്രായേല തസൂസുഹുമുൽ അംബിയ. ബനു ഇസ്രായേലിന് നേതാക്കന്മാരായിട്ട്, അവർക്ക് നേതൃത്വം നൽകുന്നവരായിട്ട് അള്ളാഹു അമ്പിയാക്കളെയാണ് അയച്ചത്.
അമ്പിയാക്കൾ ഉണ്ടായിരുന്നു. കുല്ലമാ ഹലക്ക നബിയുൻ, ഒരു നബി കഴിയുമ്പോൾ ഹലഫഹു നബിയുൻ, അദ്ദേഹത്തെ തുടർന്ന് മറ്റൊരു നബി ഉണ്ടായിരുന്നു. എന്നിട്ട് റസൂല് പറഞ്ഞു, വൈന്നഹു ലാ നബിയ്യ ബഅദി, എനിക്ക് ശേഷം ഒരു നബിയുമില്ല, എനിക്ക് ശേഷം യാതൊരു നബിയും വരാനില്ല. പിന്നെ ആരാണ് എൻ്റെ ഈ ചര്യ, ഞാൻ പഠിപ്പിച്ച കാര്യങ്ങൾ വരും തലമുറകളിലേക്ക് എത്തിക്കുന്നത് ആരാണ് എത്തിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായിട്ട് മറ്റൊരു ഹദീസിൽ കാണാം, വൽ ഉലമാ വറസത്തുൽ അംബിയ, ഉലമാക്കളാണ് അമ്പിയാക്കളുടെ വാരിസ്. അമ്പിയാക്കളെ അനന്തരമെടുക്കുന്നത് ഉലമാക്കളാണ്. ഇന്നൽ അംബിയ അലം യുഅരിസു ദീനാറൻ വല ദിർഹമൻ, അമ്പിയാക്കൾ വിട്ടേച്ചു പോകുന്നത് ദീനാറോ ദിർഹമോ ഒന്നുമല്ല, അവർ അനന്തരമെടുക്കപ്പെടുന്നത് ദീനാറോ ദിർഹമോ ഒന്നുമല്ല. അവരതൊന്നും വിട്ടേച്ചല്ല ഈ ലോകത്തുനിന്ന് പോയത്. വലാക്കിന്നഹും വറസുൽ ഇൽമ, ഇൽമാണ് അനന്തരമെടുക്കപ്പെടുന്നത് അവരിൽ നിന്നും. അവർ വിട്ടേച്ചു പോയത് യഥാർത്ഥത്തിലുള്ള ഇൽമാണ്, അള്ളാഹുവിനെക്കുറിച്ചുള്ള ബോധമാണ്, പരലോകത്തെക്കുറിച്ചുള്ള ബോധമാണ്, തഖ്വയാണ്, ഇഹ്സാനാണ്, ഹുസ്നുൽ ഖുൽഖാണ്, നല്ല സ്വഭാവമാണ്. ഇങ്ങനെ ഒരു മൂമിനായ വ്യക്തിയിൽ ഉണ്ടാകേണ്ട കാര്യങ്ങളൊക്കെ, ഇൽമെന്ന് പറഞ്ഞാൽ കേവലം കുറച്ച് നിയമങ്ങൾ മാത്രമല്ല, ബാഹ്യമായിട്ട് നമ്മൾ പാലിക്കേണ്ട നിയമങ്ങൾ മാത്രമല്ല, ഒരു മനുഷ്യൻ്റെ എല്ലാം, ഒരു മനുഷ്യൻ്റെ വ്യക്തിത്വം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്നു. അതുപോലെ പകർത്തിയ ആളുകളുണ്ടായി സ്വഹാബാക്കളിൽ, അവരെ കണ്ടുപഠിച്ച താബീങ്ങളുണ്ടായി, അവർക്കൊക്കെ ഇൽമുള്ളവരായിരുന്നു. പ്രവാചകൻ പഠിപ്പിച്ച നിയമം കിതാബ് മനസ്സിലായി, പ്രവാചകൻ്റെ ഹിക്മത്ത് മനസ്സിലായി, പ്രവാചകൻ പഠിപ്പിച്ച തഖ്വ മനസ്സിലായി, പ്രവാചകൻ പഠിപ്പിച്ച ഇഹ്സാൻ മനസ്സിലായി, ഒക്കെ ഉൾക്കൊണ്ട് തലമുറ കൈമാറിയ പണ്ഡിതന്മാർ നമുക്കുണ്ടായിരുന്നു. പ്രവാചകൻ പറഞ്ഞതിൻ്റെ ആശയം പ്രവാചകനിലേക്ക് ആരോപിക്കപ്പെട്ട മറ്റൊരു വചനത്തിലും നമുക്ക് കാണാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു, ഉലമാ ഉമ്മത്തി ക അംബിയ ഇ ബനി ഇസ്രായേൽ, എൻ്റെ ഉമ്മത്തിലെ ഉലമാക്കൾ ബനു ഇസ്രായേലിലെ നബിമാരെ പോലെയാണ്. നമ്മുടെ ഇന്നത്തെ ഉലമാക്കൾ ഓരോ കാലഘട്ടത്തിലും വന്ന അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ചര്യയെ യഥാവിധം പ്രതിനിധീകരിച്ച് അടുത്ത തലമുറയെ പഠിപ്പിച്ച ഉലമാക്കൾ, ഈ ഉലമാക്കൾ ബനു ഇസ്രായേൽ കാലഘട്ടത്തിലായിരുന്നെങ്കിൽ അവർ ശരിക്കും നബിമാരാണ്. ഉലമാക്കൾക്കുണ്ടാകുന്ന വഹീനെക്കുറിച്ച് അഥവാ നുബൂവത്തിൻ്റെ ചെറിയൊരു അംശത്തെക്കുറിച്ച് റസൂലുള്ള ഒരു ഹദീസിൽ പറഞ്ഞു. സത്യവിശ്വാസിക്കുണ്ടാകുന്ന സ്വപ്നം പോലും അങ്ങനെയാണ് എന്ന് റസൂല് പറഞ്ഞു. അവരുടെ ഇൻഡ്യൂഷൻസ് വരെ അള്ളാഹുവിനാൽ ഗൈഡ് ചെയ്യപ്പെടുന്നതാണ്. ആലിമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മുത്തക്കിയും നല്ല മുഹ്സിനും നല്ല ഹുസ്നുൽ ഖുൽഖുമുള്ള, അള്ളാഹുവിനെക്കുറിച്ച് സദാ വിചാരമുള്ള, പ്രവാചകൻ്റെ ചര്യയെ യഥാവിധി ഉൾക്കൊണ്ട, അള്ളാഹുവിനെ കിതാബിനെ മനനം ചെയ്യുന്ന മനസ്സിലാക്കിയ ഹിക്മത്ത് ഉൾക്കൊണ്ട ആളുകൾ, അവർക്ക് അള്ളാഹുവിൻ്റെ സഹായം കിട്ടിക്കൊണ്ടേയിരിക്കുന്നവരാണ്. അവർ വളരെ നിഷ്കളങ്കമായ കർമ്മം ഓരോ തലമുറയിലും അനുഷ്ഠിച്ചവരാണ്. നമ്മുടെ പാരമ്പര്യമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, നമ്മുടെ ചരിത്രമെടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്ന ബനു ഇസ്രായേലർ ചെയ്ത ഒരു ഏറ്റവും വലിയ തെറ്റ് നമുക്ക് കാണാൻ കഴിയും. പ്രവാചകനെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഉലമാക്കളിലൂടെയാണ്. ഈ ഉലമാക്കളെ ഓരോ തലമുറയിലും എത്രയെത്ര ഉലമാക്കളെയാണ് നമ്മൾ കൊന്നത്, ഇന്നും കൊന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെടുത്ത് പരിശോധിച്ചാൽ നമുക്കതിൻ്റെ ലിസ്റ്റ് വളരെ വലിയ ലിസ്റ്റാണ്. വലിയ പണ്ഡിതന്മാരെ ഓരോ തലമുറയിലും ഓരോ കാലഘട്ടത്തിലും പീഡിപ്പിക്കപ്പെടുകയും ജയിൽവാസം അനുഭവിക്കപ്പെടുകയും ഒരുപാട് പീഡനങ്ങൾക്ക് വിധേയമായി കൊലക്ക് ഇരയായി എത്രയോ പണ്ഡിതന്മാരുണ്ടായി. അബ്ബാസി കാലഘട്ടത്തിൽ മെഹ്നയുടെ പേരിൽ, ഇൻക്വിസിഷൻ്റെ പേരിൽ, അള്ളാഹുവിൻ്റെ കിതാബിനെക്കുറിച്ച് ഖൽഖുൽ ഖുർആൻ എന്ന ഒരു വാദത്തിൻ്റെ ഒരൊറ്റ പേരിൽ, കലാമുള്ളയാണ് എന്ന വാദം ഉപേക്ഷിക്കണം എന്ന ഒരൊറ്റ ഷാഢ്യത്തിൻ്റെ പേരിൽ കലാമുള്ളയാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ പീഡിപ്പിച്ചത് മുതൽ തുടങ്ങുന്നു അതിൻ്റെ ചരിത്രം. എത്രയെത്ര ഉലമാക്കളെയാണ് കൊന്നത്. ഇപ്പോൾ ബനു ഇസ്രായേലിൻ്റെ ചരിത്രം നോക്കുമ്പോൾ അത് നമുക്ക് നമുക്കൊരു കണ്ണാടിയാണ്. നമ്മളെ അതിൽ ചിലപ്പോൾ നമ്മൾ കണ്ടേക്കാം. അവരുടെ ഒന്നാമത്തെ പ്രശ്നം അതായിരുന്നു, അവർക്ക് നബിമാരോട് റെസ്പെക്റ്റ് ഇല്ല. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂലിലേക്ക് എത്തിച്ചേരാനുള്ള വഴി ഈ ആലിമീങ്ങളാണ്. ആലിമീങ്ങളോടുള്ള റെസ്പെക്റ്റ്, അതിലൂടെയാണ് നമുക്ക് റസൂലിൻ്റെ യഥാർത്ഥ ചര്യയിലേക്ക് എത്തിപ്പെടാൻ കഴിയുക. ഇബ്നുൽ മുബാറക്ക് റഹിമഹുള്ളയെക്കുറിച്ച് പറയാറുണ്ട്, അദ്ദേഹം മദീനയിൽ നിന്ന് വരുന്ന ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ കണ്ണ് ചുംബിക്കുമായിരുന്നു എന്ന്. പ്രവാചകനെ കണ്ടു എന്ന ഏക കാരണത്താൽ. അപ്പോൾ റസൂലിലേക്ക് എത്തിപ്പെടുന്നത് റസൂലിനെ കണ്ടതും കേട്ടതുമായ ആളുകൾ, പിന്നെ അവരിൽ നിന്ന് കേട്ടും കണ്ടും പഠിച്ച ആളുകൾ, അങ്ങനെ പരമ്പരയിലൂടെയാണ് നമുക്ക് റസൂലിലേക്ക് എത്തിച്ചേരുന്നത്. ഈ റസൂലിലൂടെ മാത്രമേ നമുക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാൻ കഴിയൂ.
അതാണ് ബനു ഇസ്രായേലിന് പറ്റിയ അബദ്ധം. അവർക്ക് അള്ളാഹുവിലേക്ക് എത്തിച്ചേരാനുള്ള മാർഗം, അതിനുള്ള വസീല അവരുടെ നബിമാരായിരുന്നു. അവർ നബിമാരെ റെസ്പെക്റ്റ് ചെയ്തില്ല, നബിമാരെ ധിക്കരിച്ചു. അതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അവർ കേട്ടില്ല നബിമാർ പറഞ്ഞത്, അവർ ചെവിക്കൊണ്ടില്ല. അതുകൊണ്ട് അവർ അന്ധരായിപ്പോയി, അവർക്ക് വെളിച്ചം കിട്ടാതെയായി. ഒരാൾ വന്നൊരു വിളക്ക് കത്തിച്ചിരുന്നു. മസലുഹും, അവരുടെ ഉപമ പറഞ്ഞു. മൂസ അലൈഹിസ്സലാം വന്ന് വിളക്ക് കത്തിച്ചിട്ടും ഇനി ഏതൊരു നബി വന്ന് വിളക്ക് കത്തിച്ചിട്ടും അവരുടെ അവസ്ഥ എന്താണ്? അള്ളാഹു അവരുടെ നൂറിനെ എടുത്തു കളഞ്ഞതാണ്. അവർക്ക് ചുറ്റും ഇരുട്ട് മാത്രമായിപ്പോയി. അവർ കേൾക്കുന്നില്ല, കാണുന്നില്ല, അവരൊന്നും അറിയുന്നില്ല. അവരെ വിളിക്കാൻ കഴിയില്ല, തെളിക്കാനും കഴിയില്ല, ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ ഒരു നിസ്സഹായ അവസ്ഥയിൽ ആ കമ്മ്യൂണിറ്റി മാറിപ്പോയി. അതുകൊണ്ട് അവരിൽ പ്രകടമായ ഓരോ രോഗങ്ങളും എടുത്ത് പരിശോധിച്ചാൽ നമ്മളിലും കണ്ടാൽ അത്ഭുതമില്ല. എന്തൊക്കെ രോഗങ്ങളാണ്? കിതാബിൽ തഹരീഫ് നടത്തുന്നു. തഹരീഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാക്യങ്ങളെ വളച്ചൊടിക്കുക, തെറ്റായ അർത്ഥത്തിൽ എടുക്കുക, ഉദ്ദേശിക്കപ്പെടാത്ത അർത്ഥം നൽകുക. ഇതൊക്കെയാണ് തഹരീഫ്. നമ്മുടെ ചരിത്രം എടുത്തു കഴിഞ്ഞാലും കിതാബുകളെ തഹരീഫ് ചെയ്യുന്നതിനും പ്രവാചകൻ്റെ ചര്യയെ വളച്ചൊടിക്കുന്നതിലും നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ കഴിയും. ഇങ്ങനെ നമുക്ക് നമ്മുടെ ചരിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ബനു ഇസ്രായേലിൻ്റെ എന്തൊക്കെയോ നമ്മളിൽ കടന്നുകൂടിയതായിട്ട് നമുക്ക് തീർച്ചയായിട്ടും കണ്ടെത്താൻ കഴിയും. ഇനി അവരുടെ രോഗത്തിൻ്റെ അടിസ്ഥാന കാരണങ്ങളിലേക്ക് പോയാലോ? അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ രോഗവും നമ്മുടെ രോഗകാരണവും അതുതന്നെയാണ് എന്ന് മനസ്സിലാകും. അവരുടെ അടിസ്ഥാന രോഗകാരണങ്ങൾ നബിമാരെ അംഗീകരിക്കാത്തതിന് പുറമെ അള്ളാഹുവിലുള്ള ഈമാനും ആഖിറത്തിനുള്ള യക്കീനുമാണ്. ഇത് രണ്ടിലും അവർ വളരെ പിറകിലാണ്, ദുർബലമാണ്. അതുകൊണ്ട് അള്ളാഹു പറയുന്നു അവർക്ക് തീരെ വിശ്വാസമേ ഇല്ല. ലിറ്റിൽ ദേ ബിലീവ്, അവർ തീരെ വിശ്വസിക്കുന്നില്ല. അള്ളാഹുവിൽ അവർക്ക് ഈമാനില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നത്? എല്ലാം സൃഷ്ടിച്ച ഏകനായ ഒരു അള്ളാഹുവിനെക്കുറിച്ച് അവർക്ക് കാഴ്ചപ്പാടില്ലേ? ഏറ്റവും ബെസ്റ്റായിട്ട് ആ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഏറ്റവും പ്യുവറായ മോണോത്തീസ്റ്റിക് മതം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജൂതായിസമാണ്. ഏറ്റവും പ്യുവറായിട്ടുള്ള ഒരു മോണോത്തീസ്റ്റിക് കൺസെപ്റ്റാണ്. ദൈവത്തിൽ ഒന്നിനെയും പങ്കുചേർക്കാത്ത ഒരു കൺസെപ്റ്റ്, ദൈവത്തിന് ഒരു പേര് പോലും ആരോപിക്കാത്തത്, ദൈവത്തിനൊരു പേര്, പ്രോപ്പർ നെയിം പോലും ആ അർത്ഥത്തിൽ അവർ മനസ്സിലാക്കുന്നില്ല ഉണ്ട് എന്ന്. അതുപോലും അതൊരു അസോസിയേഷൻ, ഒരു ഷിർക്ക് പോലെ ആയിപ്പോകുമോ എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരു കൗം. അങ്ങനെയാണെങ്കിൽ അവരല്ലേ ഏറ്റവും വലിയ വിശ്വാസികൾ, ഏറ്റവും നല്ല ഏകദൈവ വിശ്വാസികൾ അവരല്ലേ? പിന്നെ എന്തുകൊണ്ടാണ് അവർക്ക് ഈമാനില്ല എന്ന് പറയുന്നത്? അവർക്ക് ഈമാനില്ലാത്തത് ഏതോ ഒരു അള്ളാഹു, എല്ലാം സൃഷ്ടിച്ച ഏകനായ ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന ഒരു സങ്കല്പം മാത്രമാണ്. ആ സങ്കല്പം മാത്രം കൊണ്ട് കാര്യമില്ല. അങ്ങനെ ഒരു സങ്കല്പം ഉണ്ടായിട്ട് കാര്യമില്ല. അതൊരു സങ്കല്പം മാത്രമായിട്ട് ഒതുങ്ങിപ്പോകും. അവർക്ക് ഈമാനില്ല, ആ അള്ളാഹുവിൽ ട്രസ്റ്റ് ഇല്ല. അള്ളാഹു റാസിഖാണ് എന്നൊരാൾക്ക് ട്രസ്റ്റ് വന്നു കഴിഞ്ഞാൽ അവന് റിസ്കിനെക്കുറിച്ച് യാതൊരു ഭയവും ഉണ്ടാവില്ല. പക്ഷേ ബനു ഇസ്രായേലരുടെ അവസ്ഥ എന്താണ്? അവർ ഭൂമിയിലേക്ക് ഒട്ടി നിൽക്കുന്നവരായിട്ടാണ് അള്ളാഹു പറയുന്നത്. അവരെ നായയെപ്പോലെ ഉപമിച്ചതിൻ്റെ ഈ കാരണം അതാണ്. അവർ നാവ് നീട്ടിക്കൊണ്ടേ ഇരിക്കുന്നതിൻ്റെ കാരണം അള്ളാഹു പറഞ്ഞതും അതാണ്. അവർക്ക് റിസ്ക്കിൻ്റെ കാര്യത്തിൽ അത് അള്ളാഹുവാണ് നൽകുന്നത് എന്ന് ട്രസ്റ്റില്ല. ഇസ്സത്തിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ഇസ്സത്താണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഇന്നൽ ഇസ്സത്ത് ലില്ല എന്ന് ഖുർആൻ പറയുമ്പോൾ ഇസ്സത്തൊക്കെ അള്ളാഹുവിനാണ്. പക്ഷെ അവർക്ക് ഇസ്സത്ത് അള്ളാഹുവിൻ്റെതാണ് എന്ന് യക്കീനില്ല, ഈമാനില്ല. അള്ളാഹുവിൻ്റെ ഒന്നിനെക്കുറിച്ചും ഒരു ഈമാനില്ല, അഥവാ ട്രസ്റ്റില്ല, ബന്ധമില്ല. അള്ളാഹുമായിട്ട് അങ്ങനെ ഒരു ഈമാനികമായ ബന്ധം അവർക്കില്ല. അതുകൊണ്ടാണ് അവർക്ക് ഈമാനില്ല എന്ന് പറഞ്ഞത്. അല്ലാതെ ഒരു സൃഷ്ടാവുണ്ട് എന്ന് സങ്കല്പിക്കാത്ത കൊണ്ടല്ല. ആ ഒരു സങ്കല്പം അവരിലുണ്ടായിരുന്നു. അബ്സ്ട്രാക്റ്റായിട്ട്, വറാവുൽ വറായിട്ട്, വളരെ ട്രാൻസെൻഡൻ്റായ ഒരു ദൈവസങ്കല്പം, ഏറ്റവും പ്യുവർ ട്രാൻസെൻഡൻസ് ദൈവത്തെക്കുറിച്ച് ജൂതന്മാർ വെച്ച് പുലർത്തുന്ന സങ്കല്പമാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് അത്തരമൊരു സങ്കല്പമുണ്ട്. പക്ഷേ അവർക്ക് ഈമാനില്ല എന്ന് അല്ലാഹു പറയുന്നു. അതാണ് അവരുടെ അടിസ്ഥാന പ്രശ്നം. അവരുടെ കൽബ് മൂടപ്പെട്ടു പോയത് അതുകൊണ്ടാണ്. മറ്റൊരു പ്രശ്നം എന്താണ്? ആഖിറത്തിലുള്ള യക്കീനില്ല എന്നുള്ളതാണ്. ആഖിറത്തിൽ ഈമാനല്ല അള്ളാഹു പറഞ്ഞത്, യക്കീനാണ്. ഈമാനിൻ്റെ ഓപ്പോസിറ്റ് കദിബാണ്, കളവാണ്. എന്നാൽ യക്കീനിൻ്റെ ഓപ്പോസിറ്റ് ഷക്കാണ്. ഈമാനിൻ്റെ ഓപ്പോസിറ്റ് കദിബാണ് അല്ലെങ്കിൽ കുഫറാണ്. യക്കീനിൻ്റെ ഓപ്പോസിറ്റ് ഷക്കാണ്, സംശയമുണ്ടായാൽ മതി. 100% ഉറപ്പില്ലായ്മ ആഖിറത്തിൻ്റെ കാര്യത്തിൽ. ഇതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും അള്ളാഹു അവരുടെ കാര്യത്തിൽ പറഞ്ഞിരുന്നു. അതുതന്നെ നമുക്ക് ഗുണപാഠമാണ്. അതുകൊണ്ട് ഇത്രയും ബനു ഇസ്രായേലരുടെ കഥ ഇത്രയും വിശദമായിട്ട് അള്ളാഹു പറഞ്ഞത് എന്തിനാണ് എന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മളെ തന്നെ നമുക്കതിൽ കാണാൻ കഴിയും, നമ്മുടെ കമ്മ്യൂണിറ്റിയെ തന്നെ കാണാൻ കഴിയും.
അവരിൽ പ്രകടമായ എല്ലാ സിംറ്റംസും അവർ പറയുന്നു ലൻ തമസ്സനന്നാറു ഇല്ല അയ്യാമ മഅദൂദ, നമ്മളിലും കാണാൻ കഴിയും പരലോകത്ത് ഞങ്ങൾക്കൊന്നും ശിക്ഷയുണ്ടാവില്ല, മുസ്ലിമായാൽ ശിക്ഷയുണ്ടാവില്ല എന്ന വിശ്വാസം കാണാൻ കഴിയും. ഇങ്ങനെ അവരിൽ പ്രകടമായ ഓരോ രോഗലക്ഷണങ്ങളിലും നമ്മളും പങ്കാളികളാകുന്നു എന്നുള്ളത് കൊണ്ടാണ്, അങ്ങനെ ഒരു വാണിങ്ങും പ്രവാചകൻ തന്നതുകൊണ്ടായിരിക്കാം അള്ളാഹു തുടക്കം തന്നെ നമുക്ക് പറഞ്ഞു തന്നത്, എൻ്റെ കോപത്തിനിരയായ ഒരു കൂട്ടരുണ്ട്, അവരുടെ മാർഗമല്ലല്ലോ നിങ്ങൾക്ക് വേണ്ടത്, എങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം അവരുടെ മാർഗം എന്തായിരുന്നു എന്ന്. അള്ളാഹു അത് വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തന്നതാണ്. പിന്നീട് അള്ളാഹു അവരിൽ പ്രകടമായ ഒരു രോഗത്തെക്കുറിച്ച് തന്നെയാണ് ഇനിയും പറയാൻ പോകുന്നത്. ഇൻഷാ അള്ളാഹ് അതിനെക്കുറിച്ച് നമുക്ക് വീണ്ടും സംസാരിക്കാം. വാഖിർ ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.